വിവാഹം എന്നത് സമ്പത്തോ സ്വർണോ ഒന്നുമല്ല. ഈ രണ്ടുപേരും ഇപ്പോൾ കൊടുത്ത ആ ചെറിയ സ്വർണം ഉണ്ടല്ലോ, അത് മാത്രമേ ഇതിൽ സാമ്പത്തികമായ വല്ലതും ഒരു കല്യാണത്തിന് ഇസ്ലാം നിബന്ധനയായി വെക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത മഹർ മാത്രമേ ഉള്ളൂ. കസാല നേരത്തിലും മന്തി വിളമ്പലും കാറ് വിളിക്കലും വാടകക്ക് ആളെ കൊണ്ടുവരലും മുല്ലപ്പൂവ് മേടിക്കലൊന്നും ഇതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമല്ല എന്ന്, അതൊന്നും നിർബന്ധമല്ല. ഇതിന്റെ ഔദ്യോഗിക ഘടകം സാമ്പത്തികമായിട്ട് വിവാഹത്തിൽ ഈ സമൂഹത്ത് മനസ്സിലാക്കണം ഉള്ളത് ഈ മഹർ മാത്രമാണ്. അതും ഓരോരുത്തരുടെ ധനസ്ഥിതിക്ക് അനുസരിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. മൂല്യമുള്ളതാവണം, സാമ്പത്തികമായി കുട്ടിക്ക് എന്തെങ്കിലും ഉപകാരമുള്ളതാവണം, അത്രയേ ഉള്ളൂ. മഹത്തുള്ളതല്ല അവിടെ പറഞ്ഞുള്ളത്. സംസം വെള്ളം നല്ല മഹത്തുള്ളതാണ്, അത് അല്ല. അതുപോലെ മുസാഹിബ് അതിനേക്കാളും മഹത്തുള്ള ഒരു ലോഡ് നിങ്ങൾ വണ്ടിക്ക് ഇറക്കി കൊടുത്തോളി. പക്ഷേ നിക്കാഹിന് പെണ്ണിന് മൂല്യമുള്ള, സാമ്പത്തികമായി മൂല്യമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. മറ്റേ ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇതാണ് ചെയ്യേണ്ടത്. ഇതിന്റെ അടിത്തറ സ്നേഹമാണ്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് ചിറമുറിഞ്ഞൊഴുകുന്ന കറകളഞ്ഞ സ്നേഹവും. ഓരോ വിവാഹത്തിന്റെ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും നെഞ്ചിടിക്കാറുണ്ട്. ഭക്ഷണം പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് എന്ത് ഭക്ഷണം കഴിച്ചാലും പടച്ചോനെ ഒരു മാസമെങ്കിലും ഇത് നിലനിൽക്കുമോ എന്നുള്ള പേടിയാണ്. ഇത് വെറുതെ പറയല്ല, ഔദ്യോഗികമായി പല കല്യാണങ്ങളും കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മാസം പോലും കഴിയുന്നതിന്റെ മുമ്പ് കേൾക്കുന്നത് അത് തീർക്കാൻ വെച്ചിരിക്കുന്നു. 100 പവനും കാറും ഒക്കെ പറഞ്ഞിട്ട് ഇറക്കുന്ന വിവാഹങ്ങളാ. നമ്മുടെ സമൂഹത്തിന്റെ ഒരവസ്ഥയാണിത്. മറ്റ് സമൂഹം വരെ നമ്മളെ വഷളാക്കുക, നമ്മൾ പരിഹസിക്കുകയാണ്. എന്നിട്ട് ആവശ്യമില്ലാത്ത കുറെ ആചാരങ്ങൾ, എത്രത്തോളം ഇവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണിന്ന് രണ്ടുപേർക്കും. അള്ള കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്ക് ജമാഅത്ത് വരെ സുന്നത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയല്ലേ പണ്ടൊക്കെ? അങ്ങനെ ജമാഅത്തിന് വരെ സുന്നത്ത് വിട്ടുവീഴ്ച ഉണ്ട്. പുതിയാപ്പിളക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ദിവസമാണ്. അതിനാണ് ഒരു കസാരമ്മ പ്രത്യേകം ഒരു തുണിയൊക്കെ ഇടും. ഇപ്പൊ അതൊന്നുമില്ല. പുതിയാപ്പിളമ്മ പോയി വിളിച്ചുകൊണ്ടിരും, പെണ്ണിനെ പോയി വിളിച്ചുകൊണ്ടിരും. അതൊക്കെ നിലനിർത്തേണ്ട തന്നെയാണ്. അതിനൊക്കെ എത്ര കായുണ്ടെങ്കിലും ശരി. അതേ സമയത്ത് പിന്നെ ഇത് നോക്കുകയാണ്, പിന്നെ ഒരു നമ്മുടെ ആചാരങ്ങൾ തന്നെ ശവപ്പെട്ടിയിലാണ് കൊണ്ടുവരുന്നത്. ശവപ്പെട്ടിയിൽ പുതിയാപ്പിളിനെ കൊണ്ട് കണ്ടത് വെറുതെ ആലങ്കാരികല്ല, കണ്ട അനുഭവമാണ്, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ്. അതേപോലെ തന്നെ JCBയിൽ ഇരുത്തിട്ട് കച്ചറ തോണ്ടുന്ന JCBയിൽ ഇപ്പൊ അടുത്ത് കേട്ട് ഇവിടെ അടുത്ത ഏതോ മഹലിൽ നടന്നാണ് ക്ലോസറ്റിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ കൊടുക്കുക എന്തോ ചെയ്തത്രേ. ഇത്ര നാണം കെട്ട ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നിരിക്കുക. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തിലൂടെ ഞണ്ടുപറുക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് തുണിയൊടുക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിക സ്പെയിനിന്റെ സംസ്കാരം വലിച്ചെറിയാണെന്ന് നമ്മൾ അതുകൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ്. സ്നേഹമാണ് ഇതിന്റെ അടിത്തറ. 2 വ്യക്തികളും അല്ല, 2 കുടുംബങ്ങൾ. പെണ്ണിന്റെ ഉമ്മ പുതുമാരനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണ്. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഓളമ്മല്ല, എൻ്റെ ഉമ്മയാണ്. ഇസ്ലാം അങ്ങനെ കണ്ടത്. എത്രത്തോളം എന്നറിയോ? ഈ പെണ്ണിനെ തലാക്കിയല്ല ഒരു പക്ഷേ ബന്ധം വേർപെടും, പിന്നെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല. അതേ സമയത്ത് ഉമ്മാനെ കാണാം, പെണ്ണിന്റെ ഉമ്മാനെ കാണാം, മരിക്കോളം കാണാൻ, കെട്ടാനും പാടില്ല. പെണ്ണിന് ഭർത്താവിന്റെ ഉപ്പയെ കാണാം, തൊടാം, മൊഴി ചൊല്ലിയാലും ശരി. ഈ ബന്ധം എവിടെയുണ്ട്? വേൾഡ് ഹിസ്റ്ററി 1-ാം പേജ് മുതൽ അവസാന വരി വരെ വായിക്കൂ. ഒരു നിയമം വേറെ കാണാൻ പറ്റില്ല. അത്രയും പവിത്രമായൊരു ബന്ധമാണിത്. ഈ 2 കുടുംബങ്ങളും ഒത്തു നിന്നാലാണ്. ഈ മക്കള് വിവരമില്ലാത്തവരാ, ന്യൂ ജനറേഷന്റെ മക്കളാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ഒരു തെറ്റും. ഒപ്പം നിൽക്കണം. അവരെ എരിവും പുളിയും കൂട്ടിയിട്ട് ആടിച്ചിട്ട് പോരെന്ന് പറയലല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകൾ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ തെറ്റി വന്നു വീട്ടിലേക്ക്. മനുഷ്യ മക്കളല്ലേ? പൊന്നാര നബി വിളിച്ചു, മോളെ വിളിച്ചു. നമ്മളാണെങ്കിൽ കൊടയെടുത്തിട്ട് പോയിട്ട് മൊഴി മേടിക്കും. അല്ല, വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ജട്ടപ്പം മരിക്കുകയാണെങ്കിൽ, അലിയുടെ പൊരുത്തല്ലാതെ മരിക്കുകയാണെങ്കിൽ, ഈ സമയത്ത് നീ മരിക്കുകയാണെങ്കിൽ ലം ഉസല്ലി അലൈക്കി, എന്റെ കുഞ്ഞുമോളെ എന്റെ മയ്യത്തിപ്പം കരിക്കൂലട്ടാ. ഗൗരവം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. അതാണിപ്പ ലോകത്തിന് മാതൃകയായ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല ഐക്യത്തോടെ സ്നേഹത്തോടെ ഈ 2 ബന്ധങ്ങളെയും, എല്ലാ ബന്ധങ്ങളെയും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഈ സുന്ദര സുമോഹന സുരഭില സുഭഗ ദിനത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഈ സദുദ്യമ ചെയ്ത എല്ലാവരും ആശംസിക്കുന്നതോടുകൂടെ
ഈ രണ്ട് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുൻനിരയിലില്ലാതെ ഹാലി മുന്നിലുണ്ടാവും, പ്രസംഗിക്കാനും ഉണ്ടാവും, അതേപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ആശംസ പറയാൻ നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളല്ല, ഇതിൻ്റെ അണിയറ വർക്ക് നടത്തിയ ഒരുപാട് പ്രവർത്തകർ ഓടി നടന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. പൊന്നുമക്കളെ, അത് കളഞ്ഞു കളിക്കുന്ന ഒരു മനോവധി നമുക്ക് വേണ്ട. അതായത് ഞങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒരു ആശ, ഒരു ചിന്ത വന്നു പോകരുത്. അത് വരാൻ സാധ്യത ഉണ്ടായി പറഞ്ഞത് അല്ല, ഇത് റബ്ബിന് വേണ്ടിയാണ്, ആഖിറത്തിലേക്ക് വേണ്ടിയാണ്. മാറ്റിവെച്ചോളി. അള്ളാഹു തആല പ്രതിഫലം നമുക്കൊക്കെ നൽകട്ടെ. ഇനിയും ഇതുപോലത്തെ ഖൈറായ കാര്യങ്ങൾ നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പടച്ചോനെ നീ ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ.